രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി 3-ാം വാരം നിയമസഭയിൽ അവതരിപ്പിക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്നിവയിൽ ബജറ്റിന് മുൻപ് തീരുമാനമുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടന്ന് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ ഉതകുന്ന തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് CPIM-ഉം സർക്കാരും. ക്ഷേമാനുകൂല്യങ്ങൾ നൽകിയിട്ടും തോൽവി പണഞ്ഞ സാഹചര്യത്തിൽ മധ്യവർഗത്തെ കൂടി ആകർഷിക്കുക ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായി അവസാന ബജറ്റിനെ ജനപ്രിയമാക്കാനാണ് സർക്കാരിന്റെ പ്ലാൻ. ബജറ്റ് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി ധനമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും തൈക്കാട് ഗസ്റ്റ് ഹൌസിലേക്ക് മാറിക്കഴിഞ്ഞു. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി വിവിധ വിഭാഗങ്ങളുമായി നടത്തുന്ന ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 2-ാം വാരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. തൊട്ടടുത്ത ആഴ്ച ബജറ്റ് അവതരിപ്പിക്കാനാണ് നീക്കം. ജനുവരി 23-ന് ബജറ്റ് അവതരണം നടത്താനാണ് ഇപ്പോഴത്തെ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ച് വേതന പരിഷ്കരണം നടത്താൻ ഇനി സമയമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥതല സമിതിയെ നിയോഗിക്കാനാണ് നീക്കം. CPM നേതൃത്വവുമായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രിസഭായോഗത്തിന്റെ അനുമതിയോടെ ധനമന്ത്രി തീരുമാനം പ്രഖ്യാപിക്കും. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുന്ന പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. പദ്ധതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ നിന്ന് നയപരമായ അനുമതി തേടിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.